ബിഗ് ബോസിൻ്റെ ലൈവിൽ ലക്ഷ്മിയെ കൺഫഷൻ റൂമിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ്. കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അനുമോൾക്ക് ചെറിയൊരു പണി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് മുൻപേ നടക്കുന്ന ഒരു ടാസ്ക് ലെറ്റർ വായിക്കാനാണ് ലക്ഷ്മിയെ കൺഫഷൻ റൂമിലേക്ക് വിളിപ്പിച്ചത്. ടാസ്ക് ലെറ്റർ വായിക്കുമ്പോഴും ബിഗ് ബോസ് ഒരു കാര്യം ലക്ഷ്മിയുടെ അടുത്ത് പ്രത്യേകം പറയുന്നുണ്ട്. നിങ്ങൾ കഴിഞ്ഞ തവണ ജ്യൂസ് കമ്പനി പൂട്ടിച്ചു, ഇനി ഈ തലയെണ്ണ കമ്പനി കൂടെ പൂട്ടിക്കില്ല. അതായത് തലയെണ്ണ ഉണ്ടാക്കുന്ന ഒരു ടാസ്ക്കാണ് അവർക്ക് കൊടുക്കാൻ പോകുന്നത്. ഈ ഫാക്ടറിയെങ്കിലും ദൈവത്തെ ഓർത്ത് പൂട്ടിക്കരുത്, ഇതെങ്കിലും നേരെ ചൊവ്വേ കളിച്ചൊന്ന് ഫിനിഷ് ചെയ്യണമെന്നാണ് ബിഗ് ബോസ് അവരുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ ടാസ്കെങ്കിലും നിങ്ങൾ നേരെ ചൊവ്വേ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ എന്ന് ലക്ഷ്മിയുടെ അടുത്ത് എടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ടിവിറ്റി ഏരിയയിൽ ഒരു കോട്ടൺ പിറ്റുണ്ട്. അപ്പോൾ അതിനകത്തുനിന്ന് കോട്ടൺ എടുത്ത് 3 തലയെണ്ണ ഉണ്ടാക്കുക. തലയെണ്ണ ഉണ്ടാക്കാനായിട്ടുള്ള സാധനങ്ങളെല്ലാം അവിടെ തന്നെ ഉണ്ട്. തലയെണ്ണ കവിന്, കോട്ടണ്, അതുപോലെ അത് തുന്നാൻ വേണ്ടിയിട്ടുള്ള നൂലും സൂചിയും എല്ലാം അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ബസർ ശബ്ദം കേട്ട് കഴിയുമ്പോൾ 3 തലയെണ്ണയ്ക്കുള്ള കോട്ടൺ എടുത്ത് ശേഖരിച്ച് തലയെണ്ണ ഉണ്ടാക്കുക. അങ്ങനെ തലയെണ്ണ ഉണ്ടാക്കിയ ശേഷം ആദ്യം സ്റ്റോർ റൂമിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്ന 5 പേര്, അതായത് ഉണ്ടാക്കിയ 3 തലയെണ്ണയുമായിട്ട് സ്റ്റോർ റൂമിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്ന 5 പേരായിരിക്കും ഈ ഒരു ടാസ്കിൽ വിജയിക്കുന്നത് എന്ന് ബിഗ് ബോസ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇവർ സ്റ്റോർ റൂമിൽ ആദ്യത്തെ 5 പേര് വന്ന് നിൽക്കുമ്പോഴാണ് പുതിയ 2-3 പേര് ബിഗ് ബോസ് വീട്ടിലേക്ക് കയറുന്നത്. അതിലൊരാൾ അനുമോളുടെ ഫ്രണ്ടാണ്. എന്തായാലും ഇതൊക്കെ നമുക്ക് ലൈവിൽ നടക്കുമ്പോൾ തന്നെ അപ്ഡേറ്റ് ചെയ്യാം. അത് കാണുന്നതിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക.